കാർഷിക വാർത്തകൾ. ഇന്ത്യയുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് കൃഷിമേഖല. കൃഷിയിൽ വലിയ തൊഴിലാളി പങ്കാളിത്തമുണ്ടെങ്കിലും വരുമാനത്തിലും വളർച്ചയിലും പിന്നാക്കം നിൽക്കുന്ന മേഖലയെ ശക്തിപ്പെടുത്താൻ ബജറ്റ് 2026 നിർണായകമാകുമെന്നാണ് വിലയിരുത്തൽ. ചെറുകിട കർഷകരുടെ ആധിപത്യം, കുറഞ്ഞ ഉൽപാദനക്ഷമത, വിപണി വെല്ലുവിളികൾ, വിലസ്ഥിരതയുടെ അഭാവം എന്നിവ കൃഷിമേഖലയെ പ്രതിസന്ധിയിലാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അതിതീവ്ര കാലാവസ്ഥാ സംഭവങ്ങൾ, ആഗോള സംഭവ വികാസങ്ങൾ എന്നിവ കൂടി ഈ വെല്ലുവിളികളെ കൂടുതൽ രൂക്ഷമാക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ബജറ്റുകൾ ചില ഘടനാപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചെങ്കിലും കൂടുതൽ സൂക്ഷ്മമായ ഇടപെടലുകൾ അനിവാര്യമാണ്. ബജറ്റ് 2026 പ്രധാന പ്രതീക്ഷ കാലാവസ്ഥാ അനുകൂല കൃഷിയിലേക്കുള്ള ശക്തമായ ശ്രദ്ധയാണ്. വരൾച്ചയെ പ്രതിരോധിക്കുന്ന വിത്തുകൾ, ജലക്ഷേമ കൃഷിരീതികൾ, റീജനറേറ്റീവ് അഗ്രികൾച്ചർ, പ്രദേശാനുസൃത കൃഷി മാതൃകകൾ എന്നിവയ്ക്ക് കൂടുതൽ പൊതുനിക്ഷേപം അനുവദിക്കുമെന്ന പ്രതീക്ഷയുണ്ട്. ക്ലൈമറ്റ് സ്മാർട്ട് ഡിസ്ട്രിക്ട് പ്രോഗ്രാം എന്ന പദ്ധതിയിലൂടെ 200 മുതൽ 250 വരെ ജില്ലകളെ കാലാവസ്ഥാ സൗഹൃദ കാർഷിക മേഖലകളാക്കി മാറ്റാനും ബജറ്റ് ലക്ഷ്യമിടാം. മൈക്രോ ഇറിഗേഷൻ, സോളാർ പമ്പുകൾ, മണ്ണാരോഗ്യ പുനഃസ്ഥാപനം എന്നിവ സംയോജിപ്പിച്ചുള്ള ഇടപെടലുകൾ ഇതിൽ ഉൾപ്പെടും. ഇതോടൊപ്പം കാർഷിക ഗവേഷണവും എക്സ്റ്റൻഷൻ സംവിധാനങ്ങളും ശക്തിപ്പെടുത്താനും ഡേറ്റ അധിഷ്ഠിത കാർഷിക ഉപദേശങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാനും ബജറ്റിൽ നീക്കമുണ്ടാകും. വിള ഇൻഷുറൻസ് പദ്ധതികളിൽ കൂടുതൽ പരിരക്ഷയും സുതാര്യതയും സമയബന്ധിതമായ നഷ്ടപരിഹാരവും ഉറപ്പാക്കുന്നതിലൂടെ കാലാവസ്ഥാ ആഘാതങ്ങളിൽ നിന്ന് കർഷകരെ സംരക്ഷിക്കാനും ബജറ്റ് 2026 നിർണായകമായേക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ബംഗളൂരുവിൽ ചിക്കൻ വില കുതിച്ചുയരുന്നു. ഒരു മാസത്തിനുള്ളിൽ തന്നെ കിലോഗ്രാമിന് 100 രൂപയോളമാണ് വർദ്ധിച്ചത്. ഫാമുകളിലെ പ്രതിഷേധവും ഉൽപാദനക്കുറവും വില വർധനയ്ക്ക് കാരണമായി. ബംഗളൂരുവിൽ ചിക്കൻ വില റെക്കോർഡ് നിലയിലേക്ക്. നിലവിൽ തൊലിയില്ലാത്ത ചിക്കൻ കിലോഗ്രാമിന് 340 മുതൽ 350 രൂപ വരെയാണ് വില. ഡിസംബർ മാസത്തിൽ 260 മുതൽ 280 രൂപ വരെ മാത്രമായിരുന്നു വില. ഒരു മാസത്തിനുള്ളിൽ തന്നെ 100 രൂപയോളം വർധനയാണ് രേഖപ്പെടുത്തിയത്. ഈ പ്രവണത തുടർന്നാൽ ഈ മാസം തന്നെ ചിക്കൻ വില 380 രൂപ വരെ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കുകൂട്ടൽ. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നാണ് കർണാടകയിലേക്ക് പ്രധാനമായും ചിക്കൻ എത്തുന്നത്. ഈ സംസ്ഥാനങ്ങളിലെ ഫാമുകളിൽ നടക്കുന്ന പ്രതിഷേധമാണ് വില ഉയരാൻ പ്രധാന കാരണം. കോഴികൾക്ക് കമ്പനികൾ കൂടുതൽ വില നൽകണമെന്നാവശ്യപ്പെട്ടാണ് സമരം. ഭക്ഷണം, വൈദ്യുതി, തൊഴിലാളികളുടെ ശമ്പളം, ഗതാഗത ചെലവ് എന്നിവ കുത്തനെ ഉയർന്നതായി ഫാം ഉടമകൾ പറയുന്നു. നിലവിൽ ലഭിക്കുന്ന തുക മതിയാകില്ലെന്നും വില വർദ്ധിപ്പിക്കണമെന്നുമാണ് ആവശ്യം. ഇതിനോടൊപ്പം ചിക്കൻ ഉൽപാദനം കുറയുകയും ചെയ്തതോടെ വിപണിയിലെ ലഭ്യത കുറഞ്ഞു. ആവശ്യം വർദ്ധിച്ചതോടെ വിലയും കുത്തനെ ഉയർന്നു. ചിക്കൻ വില വർദ്ധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ബംഗളൂരു ഉൾപ്പെടെ കർണാടകയിലെ നോൺ വെജിറ്റേറിയൻ ഹോട്ടലുകളിലും ഭക്ഷണവില ഉയരുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു. പ്രതിഷേധങ്ങൾ എത്രയും വേഗം അവസാനിച്ചില്ലെങ്കിൽ ചിക്കൻ വില വർധന തുടരുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ഇന്ത്യൻ സമുദ്ര ഭക്ഷ്യ കയറ്റുമതി വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന ആവശ്യവുമായി സീഫുഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. യൂറോപ്യൻ വിപണിയിൽ നികുതി ഇളവും വ്യാപാരേതര തടസ്സങ്ങൾ നീക്കലും അനിവാര്യമാണെന്ന് അസോസിയേഷൻ വ്യക്തമാക്കി. യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ഇന്ത്യൻ സമുദ്ര ഭക്ഷ്യ കയറ്റുമതിക്ക് നീൽ ഡ്യൂട്ടി അനുവദിക്കുന്നതിനും എല്ലാ നോൺ ട്രേഡ് ബാരിയറുകൾ ഒഴിവാക്കുന്നതിനും വ്യവസ്ഥകൾ ഒരുക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സീഫുഡ് എക്സ്പോർട്ട് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടു. ഇത്തരമൊരു തീരുമാനം വന്നാൽ അടുത്ത വർഷങ്ങളിൽ യൂറോപ്യൻ വിപണികളിലേക്കുള്ള കയറ്റുമതി പലമടങ്ങ് വർദ്ധിക്കുമെന്നും വിപണി വൈവിധ്യം എന്ന വ്യവസായത്തിന്റെ ലക്ഷ്യം കൈവരിക്കാനാകുമെന്നും SCAI പ്രസിഡന്റ് G. പവൻകുമാർ പറഞ്ഞു. യൂറോപ്യൻ യൂണിയൻ വിപണിയിൽ ഇന്ത്യൻ സമുദ്ര ഭക്ഷ്യങ്ങൾക്ക് മുൻനിര സ്ഥാനം നേടാനായി കേന്ദ്ര സർക്കാരിന്റെ സജീവ പിന്തുണയും സഹായം ആവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം അമേരിക്ക ഉയർന്ന തീരുവകൾ ഏർപ്പെടുത്തുന്നതിന് പിന്നാലെ സമുദ്രഭക്ഷ്യ കയറ്റുമതി മേഖലയ്ക്ക് വാണിജ്യ മന്ത്രാലയം നൽകിയ പിന്തുണയും അസോസിയേഷൻ അഭിനന്ദിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.